ഐവിൻ ജിജോയുടെ മരണത്തിൽ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ റിമാൻഡ് ചെയ്തു. അങ്കമാലി കോടതിയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യം കോടതിക്ക് പുറത്തുള്ളതാണ്. കോടതിക്ക് പുറത്ത് DYFI കടുത്ത പ്രതിഷേധമാണ് നടത്തിയത്. പോലീസ് വാഹനങ്ങൾ തടഞ്ഞുള്ള പ്രതിഷേധം. പോലീസും DYFI പ്രവർത്തകരും തമ്മിൽ ഇവിടെ ചെറിയ തോതിൽ ഉന്തും തള്ളും നടക്കുകയും ചെയ്തു. പ്രതികളെ ആക്രമിക്കാൻ ശ്രമം നടന്നു. ചില്ലിടിച്ചു തകർക്കാനും ശ്രമങ്ങൾ നടന്നു. അതിനുശേഷമുള്ള പ്രവർത്തകരുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അവിടെ സൈഫുനീസയുണ്ട് വിവരങ്ങളുമായി. സൈഫുനീസ, പ്രതികളെ എത്തിച്ചപ്പോൾ വലിയ പ്രതിഷേധമാണ് യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ അന്തരീക്ഷം എങ്ങനെയാണ്? പ്രതിഷേധത്തിന് കുറച്ചെങ്കിലും ശമനമുണ്ടോ? വിവരങ്ങൾ പറയാം. അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. പ്രതികളെ റിമാൻഡ് ചെയ്ത ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകാനായാണ് പോലീസ് വാഹനം പുറത്തേക്ക് എടുത്തത്. അപ്പോൾ DYFI പ്രവർത്തകരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും വാഹനത്തിന് മുൻപിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 2 വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ പിറകിലെ വാഹനത്തിലായിരുന്നു പ്രതികൾ ഉണ്ടായിരുന്നത്. മുൻപിലെ വാഹനം തടയുകയും ചില്ല് തകർക്കാനൊക്കെ ശ്രമം നടക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് ഇവരെ പിടിച്ചു മാറ്റി. പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ പിന്നിൽ വന്ന വാഹനത്തിലാണ് പ്രതികൾ എന്നിവർ മനസ്സിലാക്കുകയും ആ വാഹനത്തിന് നേരെ ആക്രമണത്തിന് ശ്രമം നടക്കുകയും ചെയ്തത്. പിന്നീട് പോലീസ് അതിവേഗത്തിൽ വാഹനം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഈ ചില്ല് തകർക്കാനുള്ളൊരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കാരണം 24 വയസ്സുള്ള ഒരു യുവാവാണ് ഐവിൻ ജിജോ. ഇവരുടെ ഒരു ദേഷ്യത്തിന് പുറത്ത് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഈ സംഭവവികാസങ്ങളെല്ലാം പിന്നീട് മാറുകയും ചെയ്തത്. ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അങ്കമാലി കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് നിരവധി പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ വലിയ ഒരു അകമ്പടിയോടുകൂടി തന്നെയാണ് ഈ പ്രതികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. മുൻപിൽ ഒരു അകമ്പടി വാഹനം പോലീസിന്റെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രതികളെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം ഈ പോലീസ് വാഹനത്തിൽ നേരെ നടത്താൻ പ്രവർത്തകർക്ക് ആയില്ല. എന്നാലും പോലീസ് വാഹനം ഇവിടെ നിന്ന് പ്രതികളെയും കൊണ്ടുപോയിരിക്കുകയാണ്. ഈ വിനയ്കുമാർ ദാസിനെയും ഒപ്പം തന്നെ മോഹൻകുമാറിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി ഇവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. നീതി വാങ്ങിക്കൊടുക്കുന്നവരെ അവരുടെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുന്നവരെ പ്രതിഷേധം തുടരുന്നു. കേരളത്തില് അസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ് മിനിഞ്ഞാന്ന് രാത്രി എയർപോർട്ടിന് സമീപം ഉണ്ടായിട്ടുള്ളത്. ഈ രാജ്യത്ത് സുരക്ഷയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കാതെ 24 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ അതിദാരുണമായി വണ്ടിയിടിച്ച് കൊലപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് CSFന് ഇത്രയും ക്രിമിനൽ സ്വഭാവം അവരുടെ ഉള്ളിൽ വരുന്നതെന്നുള്ളത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടിയിരിക്കുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ സുരക്ഷ ചുമതല വഹിക്കേണ്ട CSF ആ എയർപോർട്ടിന് പുറത്തുമെല്ലാം വലിയ രീതിയിലുള്ള അവരുടെ തൻപ്രമാണിത്തം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. CSF എന്ന് പറയുന്നത് എയർപോർട്ടിന് മാത്രമല്ല പുറത്തും അവരുടെ ഒരു പൊന്നാപുരം കോട്ട പോലെയാണ് ഇത്തരം ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിനു മുമ്പും നാടിനകത്ത് പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. CSF അമിതമായി മദ്യപിച്ച് വാഹനം ഓടിക്കുക, ആളുകളുടെ മെക്കെട്ട് കയറുക, അവിടുത്തെ പരിസരവാസികളുമായിട്ടെല്ലാം സംഘർഷത്തിലേർപ്പെടുക, ഇതെല്ലാം CSFന്റെ സ്ഥിര സ്വഭാവമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തുറവൂർ സ്വദേശിയായിട്ടുള്ള ഐവിൻ ജിജോയുടെ കൊലപാതകത്തിലെത്തിയത്. പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്യുകയാണ്. ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നായ്ക്കളുടെ ശല്യമുള്ളത് കൊണ്ട് രക്ഷിതാക്കൾ ആ ചെറുപ്പക്കാരൻ ഒരു കാർ മേടിച്ചു കൊടുത്ത് ഇനി കാറിൽ യാത്ര ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ കാറിൽ യാത്ര ചെയ്ത് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് തൻ്റെ വാഹനത്തിൽ CSFന്റെ വാഹനം തട്ടിയത്. ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? ആ വാഹനം ഓടിച്ചവരും വാഹനത്തിലുണ്ടായ ഉദ്യോഗസ്ഥനും മദ്യത്തിന് അടിമയായിരുന്നു. അപ്രകാരം മദ്യത്തിന് അടിമയായിട്ടുള്ള ആളുകൾ ആ ചെറുപ്പക്കാരൻ്റെ മെക്കെട്ട് കയറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ നാടിനകത്ത് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പോലീസിനെ വിളിക്കുകയാണ്. പോലീസിനെ വിളിച്ച
ഓക്കെ, നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ കോടതിയിൽ റിമാൻഡ് ചെയ്തു. ഈ പ്രതികളുമായി ജയിലിലേക്ക് പോകും വഴി അവിടെ യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തമായിരുന്നു. DYFI അടക്കമുള്ള സംഘടനകളുടെ വലിയ പ്രതിഷേധമുണ്ടായി. അവരുടെ പ്രതികരണവും ആ ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സൈഫുനീസ കൊച്ചിയിൽ നിന്ന്.